ഒന്നുമല്ല, നാച്ചുറലായിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാനായിട്ടൊരു ബീച്ച് ഉണ്ടാവും. ബീച്ചിന്റെ പേര് ഗോൾഡൻ സാൻഡ് ബീച്ച് എന്നാണ്. അത് കഴിഞ്ഞ് വരുന്നത് എസ്റ്റൂറി പോയിന്റ് ആണ്, ഒഴിമുഖം. അതായത് 6 കടലും കൂടെ ചേരുന്ന സ്ഥലം. പിന്നെ വരുന്നത് മദർ മേരി സ്റ്റാച്ചു. ഈ സ്റ്റാച്ചു ഇരിക്കുന്നത് കേരളത്തിനകത്ത്, സ്റ്റാച്ചുവിന്റെ അങ്ങേത്തല തമിഴ്നാട്, കേരളത്തിന്റെ തമിഴ്നാടിന്റെ ബോർഡറാണ്. പിന്നെ വരുന്നത് ഫ്ലോട്ടിംഗ് കോട്ടയിലാണ്. ഇതോട് ചേർന്ന് ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് വരുന്നുണ്ട്. ബീച്ചിൽ ചെല്ലുന്ന സമയത്ത് ക്യാമൽ റൈഡ് ഉണ്ടാവും, ഹോഴ്സ് റൈഡ് ഉണ്ടാവും. ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ. തിരിച്ചു വരുന്ന സമയത്ത് ഒരു കോക്കനട്ട് ഐലൻഡ്, അതോട് ചേർന്ന് പട്ടണക്കാട് എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. ഇതെല്ലാം കണ്ടുവരണമെങ്കിൽ 1.5 മണിക്കൂർ സമയമെടുക്കും. 1 മണിക്കൂറാണെങ്കിൽ ഈ 2 സ്ഥലങ്ങളിൽ പോകാൻ പറ്റത്തില്ല. മൊത്തം ടോട്ടൽ എത്ര പേരുണ്ട്? ഹലോ ഗൈസ്, ഈ ചേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞതല്ലേ, അപ്പോൾ എന്താ അവിടെ ഇത്രമാത്രം കാണാനുള്ളത്, എന്താ ഇത്ര എമൗണ്ടിന് അവിടെ കാണാനുള്ളത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൂവാർ ഐസ്ലാൻഡിലെ ഈ ബോട്ട് ജേർണിയിൽ എമൗണ്ട് പേ ചെയ്തിട്ട് പോവാണ് ചെയ്തത്. ഇതിനെനിക്ക് തോന്നുന്നു ഒരാൾക്ക് പെർ ഹെഡ് 1000 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇത്രയും എമൗണ്ടിന് ഇത് വർത്താണോ ഇല്ലേ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് തോന്നുമല്ലോ ഇത് ഇത്ര എമൗണ്ടിന് വർത്താണോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ എനിക്ക് എന്താണെന്ന് തോന്നുന്ന ഒപ്പീനിയൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളൊന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്തായാലും എന്താണ് നിങ്ങൾക്ക് തോന്നിയത്, എമൗണ്ടിൽ വർത്താണോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ആൾക്കാർ നമ്മളെ ഇളനീര് ഇങ്ങനെ ഇതേപോലെ തോണിയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കുന്നുണ്ടായിരുന്നേ. ഒരു ഇളനീര് എനിക്ക് തോന്നുന്നു 50 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ അതും ഞങ്ങൾ അതിനിടയ്ക്ക് വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പോയിക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടിയായിട്ട് നമ്മൾ ഫസ്റ്റ് പോയത്. അങ്ങനെ കണ്ടൽക്കാടിൻ്റെ ഇടയിൽ കൂടെ പോകും. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടാണോ ഫീൽ ചെയ്തത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴേ നമുക്ക് ആകെ മടുപ്പ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴേക്കും. കാരണം വെറുതെ ബോട്ടിൽ ഇങ്ങനെ പോകുന്ന പോലുള്ള ഒരു ഫീലാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബീച്ചിക്ക്, അതായത് ഈ പുഴയും ഒരു കടലും തമ്മിൽ ഇതാവുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കടലിൽ ഇറങ്ങും, ബീച്ചിൽ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നല്ല രസമായിരുന്നു. കാല് കുത്താൻ വയ്യ, കാല് മണലിൽ ചൂടായിട്ട് ഞങ്ങൾ കുടുകുടു പറഞ്ഞ് ഓടിപ്പോവാണ് ചെയ്തത്. അത്രയ്ക്കും ചൂടായിരുന്നു അവിടുത്തത്. അതൊക്കെ അവിടെ നല്ലൊരു എക്സ്പീരിയൻസ്. അവിടെ പറഞ്ഞ പോലെ ഓട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല കേട്ടോ. അതിലൊന്നും കയറാനുള്ള സമയം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നേരം ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ച് ഞങ്ങൾ കുറച്ച് ചില്ല് ചെയ്തതിൻ്റെ ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെയും നമ്മൾ ഇതിൽ കയറും. നമ്മൾ എഗെയിൻ കയറിയതിൻ്റെ ശേഷം എഗെയിൻ നമ്മൾ ഒരു ആനേൻ്റെ ഒരു പാറേൻ്റെ പുറത്ത് ഒരു ആനേൻ്റെ ഒരു കുത്തിവെച്ച പോലത്തെ, അതായത് ഇതൊക്കെയാണ് പൂവാർ ഐസ്ലാൻഡിലെ വിശേഷങ്ങൾ. പൂവാർ ഐസ്ലാൻഡിൽ എനിക്ക് തോന്നുന്നു ഇതൊരു ഗവൺമെൻറ്റിൻ്റെതായിട്ടും കൂടി എനിക്ക് തോന്നുന്നു ഇത്ര നല്ല തിരക്കുണ്ട് അവിടെ. പക്ഷേ ഇത്ര ഒരു എമൗണ്ടിന് വർത്തായിട്ട് എനിക്ക് ഫീൽ ആയിട്ടില്ല. പക്ഷേ അവർ കുറച്ചും കൂടി എമൗണ്ട് കുറച്ച് നല്ല കുറയ്ക്കായിരുന്നു എനിക്ക് തോന്നി. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആൾക്കാർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വരും എന്നുള്ളത്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. അത്ര